ഇന്ന് 2025 ജനുവരി 3 ഫേസ്ബുക്കിൽ ഞാൻ കണ്ട ഏറ്റവും മനോഹരമായ പോസ്റ്റ്. അത് വീടുകളുടെ പൂന്തോട്ടം ഒരുക്കി ജിജോ കുര്യൻ എന്ന കപ്പുച്ചിൻ വൈദികൻ തൻ്റെ FB പേജിൽ പങ്കുവെച്ച ചിത്രമായിരുന്നു. നമുക്കറിയാം ഈ അത്ഭുത വ്യക്തിത്വത്തെ. 2018 പ്രളയകാലം മുതൽ തുടങ്ങിയ നിശബ്ദ വിപ്ലവം. ക്യാബിൻ ഹൗസ് എന്ന കൂട്ടായ്മ ഫാദർ ജിജോ കുര്യനും 30 അംഗ ടീമും അദ്ദേഹത്തോടൊപ്പം ലോകത്തിലെ പല കോണുകളിലുമായി കിടക്കുന്ന നിസ്വാർത്ഥരായ കുറേ മനുഷ്യരും ചേർന്ന് തുടങ്ങിയ വറ്റാത്ത കരുണാസാഗരം. 7 വർഷങ്ങൾ പിന്നിടുമ്പോൾ 400-ലധികം വീടുകൾ സമൂഹത്തിനായി ഇതിനകം സമർപ്പിച്ചു കഴിഞ്ഞു ഇവർ. വലതു കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയാതിരിക്കട്ടെ എന്ന അച്ഛൻ്റെ മുദ്രാവാക്യം ഇവിടെ ഇതാ പൂർത്തിയാവുന്നു. കൊട്ടിഘോഷിക്കാനല്ല, ചെയ്യുന്ന പ്രവർത്തനം ഏതുമാകട്ടെ അത് പരസ്യമാകരുതെന്ന് മാത്രം നിർബന്ധം പിടിക്കുന്ന ഒരു വൈദികൻ. സ്വീകരിക്കപ്പെടുന്നവരുടെ ആത്മാഭിമാനം ഒരിക്കലും മുറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത മനുഷ്യസ്നേഹി. ഇന്ന് തൻ്റെ അടുക്കൽ സഹായവുമായി അടുത്തു വരുന്നവന് 3000 ദാനം കൊടുത്തിട്ട് 30,000 പരസ്യം ചെയ്യുന്ന ഈ കാലഘട്ടമേ, കണ്ണു തുറന്നൊന്ന് കാണ്, കേൾക്ക് ഈ സ്നേഹനിധിയായ മനുഷ്യൻ ചെയ്യുന്ന സേവനങ്ങളെ ഒന്ന്. ബീഡച്ചൻ എന്നറിയപ്പെടാനും നന്മമരമാകുവാനും തീരെ താല്പര്യമില്ലാത്ത മനുഷ്യൻ. പണ്ട് മനോരമയിലോ മറ്റോ ഒരു വാർത്ത വന്നപ്പോൾ വിളികളുടെ ഭാരം താങ്ങാനാവാതെ സ്വന്തം നമ്പർ ഉപേക്ഷിക്കേണ്ടി വന്നു അച്ഛന് ഒരിക്കൽ. മാനവികതയും മനുഷ്യത്വവും നിലപാട് ഹ്യൂമർ സെൻസും ഒക്കെയുള്ള അച്ഛൻ പണിതുകൊടുത്ത ഭവന സ്വീകർത്താക്കളിൽ ഹൈന്ദവരും മുസൽമാനും ദളിതരും ഒക്കെയുണ്ട് കേട്ടോ. വർഗീയതയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ ക്രിസ്ത്യാനിയെ അളക്കുന്നവരെ കാണണേ ഈ വാർത്ത. തൻ്റെ ബലഹീനത കൊണ്ട് ഏതെങ്കിലും ഒരു പുരോഹിതനൊന്ന് കാലിടറിപ്പോയാൽ ലോകത്തിലെ എല്ലാ പുരോഹിതരെയും അടച്ചധിക്ഷേപിക്കുന്ന സമൂഹമേ, നിങ്ങളും കാണണം ഇതൊക്കെ. സ്നേഹനിഴലായി നിൽക്കുന്ന മനോഹരമായ കാഴ്ച. ഓരോ വീട് വെച്ച് കൊടുക്കുമ്പോഴും ആ വീടിനെക്കുറിച്ചുള്ള വാർത്ത അച്ഛൻ തൻ്റെ FB പേജിൽ കുറിക്കും. കുറച്ച് നാൾ മുമ്പ് അച്ഛൻ കുറിച്ച ഏതോ ഒരു സിനിമയിലെ ഈ ഗാനം മനസ്സിൽ നിന്നും മായുന്നില്ല കേട്ടോ. കണ്ണീരിനു കയ്പില്ലെന്നറിയുന്നത് പോലെ, കണ്ണീരിന് കയ്പില്ലെന്നറിയുന്നത് പോലെ, ഇനിയില്ല ഇതുപോലെ സുഖമറിയും കാലം, ഇനിയില്ല ഇതുപോലെ സുഖമറിയും കാലം. സിനിമയിലെ സഹപാഠിയെ തേടിയെത്തിയ സുഹൃത്തുക്കളെ പോലെ കിടപ്പാടം എന്ന കിട്ടാക്കനിയുമായി വേദനിക്കുന്നവനിലേക്ക് അച്ഛൻ്റെ സ്നേഹ സമ്മാനം ആരുമറിയാതെ തേടിയെത്തുന്ന മനോഹരമായ കാഴ്ചകൾ. ഏതൊരു വ്യക്തിയുടെയും ഈ ലോക ജീവിതത്തിലെ സുപ്രധാന ആവശ്യമാണ് സുരക്ഷിതമായി രാത്രിയിൽ ഉറങ്ങുക എന്നത്. ഈ ജീവിതം അസ്തമയത്തിലേക്ക് നീങ്ങുന്നു എന്ന തോന്നലിൽ നിൽക്കുമ്പോഴാണ് ഉദയമായി അച്ഛൻ എപ്പോഴും കൂടെയുണ്ടാവുക. പരിശുദ്ധ കുർബാനയിൽ നാം കേൾക്കുന്ന ഒരു ഭാഗമില്ലേ പ്രിയമുള്ളവരെ, ഇപ്രകാരം: നിന്ദിതരും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും. അതെ, അച്ഛൻ്റെ ഹൃദയത്തിൽ വചനം മാംസം ധരിക്കുന്നത് ഇവിടെയാണ്. ഇതൊക്കെ ഉൾക്കൊള്ളുന്നവർ ഉണ്ടാവട്ടെ. വീടിന് വേണ്ടി സഹായം കൊടുത്ത ആൾക്കും കിട്ടിയ ആൾക്കും ദൈവത്തിൻ്റെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ച് ജീവിതം സമർപ്പിക്കുന്ന ജിജോ അച്ഛൻ ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളിയാണോ നിങ്ങൾ പറയണം. സംശയമില്ല, സ്നേഹസ്വാർത്ഥം തേടുന്നില്ല, അവരനോട് അനാദരവ് കാണിക്കുന്നുമില്ല. 1 കൊറിന്തോസ് 13:5. 2018 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട വിധവയായ ഒരു സ്ത്രീയുടെ കണ്ണീരിൻ്റെ മുന്നിൽ നിന്ന് തുടങ്ങിയ പ്രവർത്തനം. 2 ലക്ഷം രൂപ മുതൽ മുടക്ക് വരുന്ന ഒരു മുറിയും അടുക്കളയും ബാത്റൂമും ഉൾപ്പെട്ട ക്യാബിൻ ഹൗസ് എന്ന് നാമകരണം ചെയ്ത ആ കൊച്ചു വീടായിരുന്നു ആദ്യഘട്ടങ്ങളിൽ. സുമനസ്സുകളായ പേരും പ്രശസ്തിയും ആഗ്രഹിക്കാത്ത ധാരാളം ആളുകൾ ആ ദൗത്യത്തിന് പിന്നിൽ അണിനിരന്നു. നാളുകൾ കഴിഞ്ഞപ്പോൾ ആവശ്യക്കാരുടെ എണ്ണവും അവർക്ക് വേണ്ട സൗകര്യങ്ങൾക്കും അനുസൃതമായി വീടുകളുടെ വലിപ്പവും ചെലവുകളും ഒക്കെ ഉയർന്ന് ഇന്ന് 2-3 ബെഡ്റൂമുകളും ടോയ്ലറ്റ് ഹാളും അടുക്കളയും അടങ്ങുന്ന മിനി ഹോം എന്ന നിലയിലേക്ക് ക്യാബിൻ ഹൗസ് എന്ന ആ സ്വപ്ന പദ്ധതി വളർന്ന് പന്തലിച്ചു. ഗ്രാമാശ്രമം ചാരിറ്റബിൾ ട്രസ്റ്റിൽ ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്നും കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ ഗുണഭോക്താക്കളെയും ഇവർ തിരഞ്ഞെടുക്കുക. സർക്കാർ പദ്ധതികളിൽ വീട് ലഭിക്കാൻ സാധ്യതയില്ലാത്തവർ, സ്വന്തമായി അധ്വാനിച്ച് ഒരു വീടുണ്ടാക്കാൻ സാധ്യതയില്ലാത്തവർ, പ്രായം ചെന്നവർ, രോഗികൾ, വിധവകൾ എന്നിവരെയാണ് ക്യാബിൻ ഹൗസ് ഗുണഭോക്താക്കളായി തിരഞ്ഞെടുക്കുന്നത്. ഗുണഭോക്താവിൻ്റെയും സ്പോൺസർമാരുടെയും വിവരങ്ങൾ പുറത്തുവിടാതെയുള്ള നിർമ്മാണം പൂർത്തിയായ വീടുകളുടെ താക്കോൽ വാതിലുകളിൽ അവയുടെ അവകാശികളെ കാത്തിരിക്കുന്ന നിശബ്ദ വിപ്ലവം. മുന്നോട്ടുള്ള പ്രയാണം തുടരട്ടെ. നന്മകൾ പറ്റാത്ത മനുഷ്യർ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇതുണ്ടാവും.
അഭിനന്ദനങ്ങൾ ജിജോ അച്ഛ. അച്ഛൻ്റെയും ടീം അംഗങ്ങളുടെയും പ്രവർത്തനത്തിന് ദൈവം 100 മേനി ഫലം നൽകുമെന്നുള്ള വലിയൊരു പ്രാർത്ഥന ഈ നിമിഷം ഇവിടെ പങ്കുവെക്കട്ടെ. അഭിനന്ദനങ്ങൾ.